ഇടയ്ക്കെങ്കിലും ട്രാവൽ ചെയ്യുന്നവരാണ് നമ്മൾ 90% ആൾക്കാരും. അങ്ങനെ ട്രിപ്പ് പോകുമ്പോൾ സോഷ്യൽ മീഡിയ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ മെമ്മറീസിനായിട്ടോ നമ്മൾ ഫോട്ടോസ് എടുക്കാറുണ്ട്. ഇപ്പൊ ക്യാമറയൊക്കെ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ എളുപ്പത്തിനായിട്ടും നമ്മൾ മിക്കവാറും ഫോണിലാണ് ഫോട്ടോസ് എടുക്കാറുള്ളത്. അങ്ങനെ ട്രാവൽ ഫോട്ടോസ് നമ്മുടെ ഫോണിൽ എടുക്കുമ്പോഴും 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല അടിപൊളി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ട്രാവൽ ഫോട്ടോസ് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് പറയാൻ പോകുന്നത്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം അവിടെ വിസിറ്റ് ചെയ്യാൻ. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പോസ്റ്റ് കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ നമ്മളൊരു പോസ്റ്റ് കണ്ടിട്ട് ആ സ്ഥലത്ത് ചെന്ന് കഴിയുമ്പം ആ പോസ്റ്റിലുള്ള പോലത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അങ്ങനെ വരുന്നതിന്റെ കാരണം നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ച് റിസർച്ച് ചെയ്യാതെ പോകുന്നതുകൊണ്ടാണ്. ആ സ്ഥലത്ത് ചെല്ലാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാണ്, നമ്മൾ ഈ പോസ്റ്റിലൊക്കെ കണ്ടതുപോലത്തെ വ്യൂ നമുക്ക് കിട്ടുന്ന സമയം ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് റിസർച്ച് ചെയ്തിട്ട് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ വ്യൂ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ചെല്ലുന്ന സ്ഥലത്തെക്കുറിച്ച് നല്ല രീതിക്ക് റിസർച്ച് ചെയ്തിട്ട് തന്നെ പോകുക. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിലെ വൈഡ് ആംഗിൾ ലെൻസ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ട്രാവൽ ഫോട്ടോസ് എടുക്കുമ്പോൾ നമ്മൾ മിക്കവാറും കവർ ചെയ്യുന്നത് ലാൻഡ്സ്കേപ്പൊക്കെ ആയിരിക്കും. അപ്പോൾ ലാൻഡ്സ്കേപ്പിൻ്റെ ഫോട്ടോസ് എടുക്കാൻ ഏറ്റവും നല്ലത് വൈഡ് ആംഗിളിൽ ഷൂട്ട് ചെയ്യുന്നതാണ്. നമ്മൾ ചെന്ന സ്ഥലത്തെക്കുറിച്ച് നമ്മുടെ ഫോട്ടോസ് കാണുന്നവർക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ വൈഡായിട്ട് എടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളിപ്പോൾ പോർട്രേറ്റ് ഒക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന സ്ഥലം നമ്മുടെ ഫോട്ടോസിൽ കൂടെ നമുക്ക് കാണിക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് നമ്മൾ വൈഡ് ആംഗിൾ ആയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ചെന്ന സ്ഥലം അതിൻ്റെ ഫുള്ളസ്റ്റിൽ നമുക്ക് കാണിക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ട്രാവൽ ഫോട്ടോസ് എടുക്കുമ്പോൾ മാക്സിമം വൈഡ് ആംഗിൾ തന്നെ ഷൂട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ട്രാവൽ ഫോട്ടോസ് ഇംപ്രൂവ് ചെയ്യാൻ നിങ്ങൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ടത് വൈബ്രന്റ് കളേഴ്സിലുള്ള ഡ്രസ്സ് നിങ്ങൾ ട്രാവൽ പോകുന്നതിന് മുമ്പ് പാക്ക് ചെയ്യുക എന്നുള്ളതാണ്. വൈബ്രന്റ് കളേഴ്സുള്ള ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ റെഡ്, ബ്ലൂ അല്ലെങ്കിൽ യെല്ലോ അങ്ങനെയുള്ള കളേഴ്സ് നിങ്ങൾ പാക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെല്ലുന്ന ഒരു ഗ്രീനറി ഒക്കെ ഉള്ള ഒരു പ്ലേസിലാണെങ്കിൽ നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നിങ്ങളുടെ ഫോട്ടോസിൽ ബ്ലെൻഡ് ചെയ്യാതെ നിങ്ങളെ പോപ്പ് ചെയ്ത് നിർത്താനായിട്ട് ഈ വൈബ്രന്റ് കളേഴ്സുള്ള ഡ്രസ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പക്ഷേ അതേ സമയത്ത് നമ്മളിപ്പോൾ കുറച്ച് ഡാർക്ക് കളേഴ്സ് ആയ ഗ്രേയോ ബ്ലാക്കോ അങ്ങനെയുള്ള കളേഴ്സുള്ള ഡ്രസ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് ബാക്ക്ഗ്രൗണ്ടിലേക്ക് ബ്ലെൻഡ് ചെയ്യുന്നതാണ്. അങ്ങനെ വരാതിരിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം വൈബ്രന്റ് കളേഴ്സിലുള്ള ഡ്രസ്സ് തന്നെ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യുക. ഇപ്പോൾ ഡ്രസ്സ് മാത്രമല്ല, നമ്മൾ ട്രിപ്പ് പോകുന്ന സമയത്ത് യൂസ് ചെയ്യുന്ന ട്രാവൽ ബാഗ് ഒക്കെ ആണെങ്കിൽ വൈബ്രന്റ് കളേഴ്സിലുള്ളതാണെങ്കിൽ നമുക്ക് നല്ല ഫോട്ടോസ് അത് യൂസ് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു ക്യാരക്ടറിനെ നമ്മുടെ ഫോട്ടോസിലോട്ട് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ലാൻഡ്സ്കേപ്പ് മാത്രം ഷൂട്ട് ചെയ്യാതെ അതിലേക്ക് ഒരു ക്യാരക്ടറിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ആ ഫോട്ടോയ്ക്ക് കുറച്ചും കൂടി ഒരു ഡെപ്ത് കിട്ടുന്നതാണ്. വൈഡ് ആംഗിൾ ഫോട്ടോസിലാണെങ്കിൽ പോലും നമ്മളൊരു ക്യാരക്ടറിനെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് കുറച്ചും കൂടെ ഡെപ്ത് കിട്ടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ട്രാവൽ ഫോട്ടോസിൽ ഒരു ക്യാരക്ടറിനെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ പോകുന്ന സ്ഥലത്തെ ലോക്കൽസിൻ്റെ ഫോട്ടോസ് നിങ്ങൾ മാക്സിമം എടുക്കുക. അതായത് അവരുടെ ജോബോ അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ട്രഡീഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഫോട്ടോസ് മാക്സിമം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മൾ ലോക്കൽസിൻ്റെ ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസ് കാണുന്നവർക്ക് നമ്മൾ ചെന്ന സ്ഥലത്തെക്കുറിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുന്നതാണ്. അതായത് അവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, അവരുടെ ജോബ് എങ്ങനെയാണ്, അവരുടെ ഫുഡ് എങ്ങനെയാണ് എന്നുള്ള ഐഡിയ എല്ലാം നമ്മുടെ ഫോട്ടോസ് കാണുന്നവർക്ക് കിട്ടുന്നതാണ്. ലോക്കൽസിന്റെ ഫോട്ടോസ് നിങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അവരോട് ചോദിച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോട്ടോസിലൂടെ ഒരു സ്റ്റോറി പറയാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ അത് എൻഡ് ചെയ്യുന്ന വരെയുള്ള കാര്യങ്ങൾ, ഓരോ ചെറിയ ചെറിയ കാര്യങ്ങളുടെ വരെ ഫോട്ടോസ് നമ്മൾ ക്യാപ്ചർ ചെയ്യുക. അങ്ങനെ ക്യാപ്ചർ ചെയ്യുമ്പോൾ നമ്മുടെ ഫോട്ടോസിലൂടെ നമുക്കൊരു സ്റ്റോറി പറയാൻ പറ്റുന്നതാണ്. ഒരു സ്റ്റോറി പറയുന്ന ഫോട്ടോസ് കാണുമ്പോഴാണ് അത് കാണുന്നവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോസിലൂടെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന സ്ഥലം നമ്മൾ എൻജോയ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ വീഡിയോസ് എടുക്കാനോ വേണ്ടി മാത്രം ഒരു ട്രിപ്പ് പോകാതെ ആ സ്ഥലം എൻജോയ് ചെയ്യാനായിട്ടും ആ മൊമെന്റിലായിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ട്രാവൽ ഫോട്ടോസ് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് തന്നെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ട്രിപ്പ് പോകുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ stay safe and take care guys.